ഇന്ന് ബദരീങ്ങളാണ്ടായിട്ട് പള്ളിയിൽ നിന്ന് നെയ്ച്ചോറ് കിട്ടുമെന്ന് അറിയണോണ്ട് നമ്മൾ കാലത്ത് തന്നെ ജിമ്മിൽ നിന്ന് അറിയിട്ട് നേരെ ഇറച്ചി വാങ്ങിക്കാൻ പോയി. അവിടെ ഇറച്ചി വാങ്ങിക്കാൻ ചെന്നപ്പോൾ എന്തോ ഭാഗ്യത്തിൽ നിന്ന് നല്ല വെച്ചൂർ പശുവിൻ്റെ നല്ല കലക്കൻ ഇറച്ചിയായിരുന്നു ഉണ്ടായത്. നമ്മളൊരു 2 കിലോ ഇറച്ചിയും പിന്നെ കുറച്ച് കിഡ്നിയും കുറച്ച് നെയ്യും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാലും നമ്മൾ കൊണ്ടുവന്നു. എന്നിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന നെയ്ച്ചോറ്, പരിപ്പ് കറി, ഇറച്ചി കറി വെച്ചത്, നമ്മളെ കച്ചമ്പർ സലാഡ്, പിന്നെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ കഴിക്കാൻ പോണ്. ആദ്യം തന്നെ നമുക്ക് നമ്മളെ ഫേവറേറ്റ് എൻ്റെ മോനെ ഇതാണ്ട് കഴിക്കട്ടെ കുറച്ച്. വേറെ ലെവല്. ഇനി കുറച്ച് ബീഫ്, കുറച്ച് പരിപ്പ്, അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് സാലഡ്. ഇതിങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് ബീഫും കൂടിയും വെച്ച് ഇങ്ങനെ കഴിക്കണം. അതാ സോഫ്റ്റ് ചിക്കൻ ഫ്രൈ അല്ല പൊളി. നോമ്പുള്ളവർക്ക് മാത്രമല്ല ഇവനെ പോലെ നോമ്പില്ലാത്ത ആൾക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള അവസരമുണ്ട്. ഹായ് ഗൈസ്, അപ്പം ഞാനും നമ്മുടെ ബേബി ഫുഡും കൂടി നമ്മുടെ പാലാരിവട്ടത്തുള്ള ജാത്തറിൽ ഇഫ്താറിന് വന്നേക്കണം. ബാങ്ക് കൊടുക്കുന്നുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഈന്തപ്പഴം, വെള്ളവും, കട്ട്ലറ്റും, പിന്നെ അപ്പുറത്തെ പ്ലേറ്റിൽ എടുത്ത പഴംപൊരിയും വാട്ടർമെലൺ ജ്യൂസും ഉണ്ടായിരുന്നത്. നമ്മുടെ ഇഫ്താർ പ്ലാറ്റർ വന്നു. ഇതിൽ 3 ടൈപ്പ് ഡിപ്സ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ചിപ്സ്, ചിക്കൻ ഡ്രാഗൺ, ചിക്കൻ ലോലിപോപ്പ്, ബീഫ് ബാർബിക്യൂ, ബീഫ് കറി, ചിക്കൻ അഫ്ഗാനി തന്തൂർ, ഗ്രിൽഡ് ഫിഷ്, ചിക്കൻ സ്മോക്ക്ഡ് ഹണി ബാർബിക്യൂ, ബുഫലോ ടിക്ക, വെജിറ്റബിൾ സാലഡ്, ഫത്തൂഷ്, ഹുമ്മൂസ്, 2 ടൈപ്പ് അറബിക് റൈസും പൊറോട്ടയും കുബൂസും പറഞ്ഞത്. എല്ലാവരും കട്ട വെയിറ്റിംഗ് ഉണ്ടോ? ലോലിപോപ്പ്, ബീഫ് ബാർബിക്യൂ. അഫ്ഗാനി തന്തൂർ ഒരു ഓക്കെ ഫീൽ ആയിരുന്നെങ്കിലും നമ്മുടെ ഫേവറേറ്റ് ഗ്രിൽഡ് ഫിഷ്, അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ബുഫലോ ടിക്ക. ഈ ബുഫലോ ടിക്ക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ശരിക്കും ഞെട്ടിച്ച്. പിന്നെ സ്മോക്ക്ഡ് ഹണി ബാർബിക്കിന്റെ ഒരു പീസ് എടുത്തിട്ട് കുറച്ച് മയണൈസ് കൂട്ടി ആ മന്തി റൈസിന്റെ കൂടെ ബീഫ് ടിക്ക വിത്ത് കോസി റൈസ്, അങ്ങനെ ആ 2 റൈസ് നമ്മളത് കഴിച്ചു നോക്കി. റൈസ് 2 അടിപൊളിയാണ്. ഇതൊക്കെ കൂടാതെ വേറെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ച്. തൽക്കാലം നിങ്ങൾ പോയിട്ട് നോമ്പ് തുറക്കാൻ നോക്ക്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ. തുടങ്ങാം. ഇതാണ് അവിടുത്തെ മണിക്കൂറോളം സ്ലോ കുക്കിയാണ് ബീഫ് ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞ ഐറ്റം. എന്തോട്ടഞ്ഞിരിക്കുന്നു സംഭവം. ഒരു രക്ഷയില്ലാത്ത കലക്കനായിട്ടാണ്. എനിക്കും ബേബി ഫുഡിക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി. സംഭവം തമാശക്ക് ഇതാണെങ്കിലും ഫിറോസിന് നാണക്കേടാവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി കൊടുത്തിട്ടാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്താണ് അവരുടെ പാൽക്കപ്പയും ബീഫ് റിബും. അവെന്തുടഞ്ഞ കപ്പൽക്ക് 4 പാൽ ഒഴിച്ച് കുറുക്കിയും കാറ്റ് താളിച്ചെടുത്തതിന്റെ കൂടെ ആ ബീഫ് റിബും കൂടെ ഇപ്പൊ സംഭവം വെറുതെ പൊളിയായിരുന്നു. ഇതാണ് അവിടുത്തെ ബീഫ് അൽനാസി കബാബ്. ഞാൻ രാത്രി പോകുമ്പോഴൊക്കെ കഴിക്കാനുള്ള ഒരു ഡിഷാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യോഗട്ടും ബീഫും കൂടി ചേരുമ്പോൾ ഒരു മാജിക്കൽ ടേസ്റ്റ് ആണ് ഇതിന്. ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല, വേറെ പല സംഭവങ്ങളും നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്ത്. അപ്പൊ അതിന്റെ ഒക്കെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരും. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സിനായിട്ടോ ഇഫ്താർ കഴിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ സ്പോട്ടിന് എറണാകുളം പാലാരിവട്ടത്തുള്ള ജാത്തർ. ആദ്യം തന്നെ നിങ്ങളെ കൂട്ടത്തിൽ ഇതുപോലെ ട്രെയിനിന്റെ പുക പോലെ മൂക്കിക്കൂടിയും വായക്കൂടിയും പുക വിടണ ചങ്ങളൊന്നും മെൻഷൻ ചെയ്യട്ടാ. മക്കളെ, ഈ കാണുന്നതാണ് ലാം സുർബിയാൻ എന്ന് പറഞ്ഞൊരു കിളിക്കാൻ പറ്റിയ അറബിക് ഡിഷ്. മീറ്റ് ഭയങ്കര ടെൻഡർ ആയതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ബേബി ഫുഡ് ഇങ്ങോട്ട് തൊടുമ്പോഴത്തിന് സംഭവം കൊണ്ട് കൈക്കൊണ്ട് അടന്ന് പോരാണ്. ബേബി ഫുഡിന്റെ ടേസ്റ്റിംഗ് സെഷൻ കഴിഞ്ഞപ്പോൾ ഈ ലാം സുർബിയാന്റെ കൂടെ അതിന്റെ ഫാറ്റ് ഒക്കെ ഇട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടായിരുന്നു. അതെടുത്ത് ആ സുർബിയാൻ റൈസിലാണ്ട് മിക്സ് ചെയ്ത് ഇങ്ങാട്ട് നമ്മളായ ലാമ്പിന്റെ പീസ് കൊണ്ട് പിടിച്ചപ്പോഴത്തിനുണ്ടല്ലോ സംഭവം എന്തൊക്കെ പൂ പോലെ ഇങ്ങനെ അടർന്നടന്നിങ്ങോട്ട് പോകുന്നു. അതിൽ നിന്നൊരു പീസും കൂടി കൂട്ടി ആ റൈസ് എടുത്താണ്ട് കഴിച്ചു നോക്കി. സംഭവം വേറെ ലെവല് ഉശിരടി കമ്പിത്തിരി സാധനമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ജാത്തറിൽ എപ്പോൾ പോയാലും ഫർലായിട്ട് ട്രൈ ചെയ്യാറുള്ള 2 ഐറ്റം ട്രൈ ചെയ്തത്. 2 ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീഷയും അവിടുത്തെ മെക്സിക്കൻ ഡ്രിങ്ക്സ് ആയിട്ടുള്ള സാൾട്ടഡ് ഗുവയും സ്പൈസി പാഷൻ ഫ്രൂട്ടും. നിങ്ങൾക്ക് ഗുവയുടെയും പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലേവേഴ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. 2 പൊളി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ പൊളിയാണ്. ഈ സ്പോട്ട് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലാരിവട്ടത്തുള്ള ജാത്തറിന്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാൻ മറക്കണ്ട. ബൈ.